നമുക്കൊരു ക്വസ്റ്റ്യൻ ചോദിച്ചിട്ട് വരാം. കമോൺ. ഹലോ, ഞാനൊരു കാര്യം ചോദിക്കട്ടെ? ഉള്ള കാര്യം പറയണം. ആർ യു ഹെൽത്തി? അതെ. എന്തുകൊണ്ടാണ് ഹെൽത്തി എന്ന് പറയാൻ കാരണം? ഞാൻ കഴിക്കുന്ന ഫുഡ് ഹെൽത്തി ഫുഡാണ് കഴിക്കാറ്. ഓക്കെ, പിന്നെ വർക്കൗട്ട് ചെയ്യാറുണ്ട്. ഓക്കെ, അതുകൊണ്ടാണ് ഹെൽത്തി എന്ന് പറയുന്നത് അല്ലേ? ഞാനൊരു കാര്യം ചോദിക്കട്ടെ? ആർ യു ഹെൽത്തി? യെസ്. എന്തുകൊണ്ടാണ് ഹെൽത്തി എന്ന് പറയാൻ കാരണം? ഞാൻ നന്നായിട്ട് ഫുഡ് കഴിക്കുന്നുണ്ട്, പിന്നെ നല്ല ഉറക്കം കിട്ടുന്നുണ്ട്, ജിമ്മിലൊക്കെ പോകുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഹെൽത്തിയാണ്. അതുകൊണ്ടാണ് ഹെൽത്തി എന്ന് പറയാൻ കാരണം. ആർ യു ഹെൽത്തി? അതായത് നിങ്ങൾ ഹെൽത്തി ആണോ എന്ന്. സോ ഇപ്പം നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവും ഞാൻ ഹെൽത്തി ആണെന്ന്. സോ ഇതിൻ്റെ ഉത്തരം ഞാൻ പറഞ്ഞു തരാം. സോ വെൽക്കം ബാക്ക് ടു അവർ ന്യൂ വീഡിയോ. ഹെൽത്ത് എന്താണ്? ഹെൽത്ത് ഈസ് ദ കംപ്ലീറ്റ് സ്റ്റേറ്റ് ഓഫ് ഫിസിക്കൽ, മെൻ്റൽ, സോഷ്യൽ വെൽബീയിങ്, നോട്ട് മിയർലി ദ ആബ്സെൻസ് ഓഫ് ഡിസീസ് ഓർ ഇൻഫോർമിറ്റി. ഇത് WHO ഡെഫിനേഷനാണ്. ആൻഡ് റീസെൻ്റ്ലി WHO സ്പിരിച്വൽ ഡയമെൻഷൻ കൂടി അതിൻ്റെ കൂടെ ആഡ് ചെയ്തിട്ടുണ്ട്. ഇതൊക്കെ എന്താണെന്നല്ലേ നിങ്ങളിപ്പോൾ ചിന്തിക്കുന്നത്? ഐ വിൽ എക്സ്പ്ലെയിൻ. അതായത് ഈ 4 കാര്യങ്ങളും കൂടി ചേരുന്നതാണ് ഹെൽത്ത് എന്ന് പറയുന്നത്. സോ എന്താണ് ഫിസിക്കൽ വെൽബീയിങ് എന്ന് പറയാം? നമ്മൾക്ക് അസുഖങ്ങളൊന്നും ഇല്ലാണ്ട്, അതായത് നമ്മുടെ വൈറ്റൽ സയൻസ്, ബ്ലഡ് പ്രഷർ, ടെമ്പറേച്ചർ, റെസ്പിറേഷൻ, പൾസ്, അതുപോലെ തന്നെ നമുക്ക് വേറെയുള്ള അസുഖങ്ങളൊന്നും ഇല്ലാണ്ട് നമ്മുടെ ബോഡി കംപ്ലീറ്റ്ലി നോർമൽ സ്റ്റേജിൽ നിൽക്കുന്നതിനെയാണ് ഫിസിക്കൽ വെൽബീയിങ് എന്ന് പറയുന്നത്. ഇനി എന്താണ് മെൻ്റൽ വെൽബീയിങ്? നിങ്ങളിപ്പോൾ ചിന്തിക്കുന്നുണ്ടാവും വട്ടില്ലാത്ത അവസ്ഥ അല്ലെങ്കിൽ ഭ്രാന്തില്ലാത്ത അവസ്ഥ, ഇതാണ് മെൻ്റൽ വെൽബീയിങ് എന്ന് അല്ലേ? ഈ കഴിഞ്ഞിടയ്ക്ക് ഫഹദ് ഫാസിലിൻ്റെ ഒരു വീഡിയോ കണ്ടിട്ടുണ്ടാവും നിങ്ങൾ. എനിക്ക് ADHD ഉണ്ട് എന്ന് പറയുന്നത്, അതായത് അറ്റൻഷൻ ഡെഫിസിറ്റ് ഹൈപ്പർ ആക്റ്റീവ് ഡിസോർഡർ എന്നാണ് അതിനെ പറയുന്നത്, ADHD. അതുപോലെ ഡിപ്രഷൻ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. അങ്ങനെ പല അസുഖങ്ങളും മെൻ്റൽ ഡിസോർഡേഴ്സും നമുക്കുണ്ട്. കുറേ മെൻ്റൽ ഡിസോർഡേഴ്സ് ഉണ്ട് കേട്ടോ. പക്ഷെ ഇത് മാത്രമല്ല മെൻ്റൽ വെൽബീയിങ് എന്ന് പറയുന്നത്. സ്ട്രെസ് ഇല്ലാണ്ട്, ഫ്രസ്ട്രേഷൻ ഇല്ലാണ്ട്, ആൻസൈറ്റി ഇല്ലാണ്ട്, പാനിക് അറ്റാക്ക് ഇല്ലാണ്ട് നമ്മളുടെ മൈൻഡിനെ വളരെ നോർമൽ സ്റ്റേജിൽ, അതായത് കാം ആൻഡ് ക്വയറ്റ് ആയിട്ട് പീസ്ഫുള്ളായിട്ട് ഇരുത്തുന്നതിനെയാണ് മെൻ്റൽ വെൽബീയിങ് എന്ന് പറയുന്നത്. എന്താണ് സോഷ്യൽ വെൽബീയിങ്? ഓക്കെ, സോ പണ്ടത്തെ കാരണവന്മാർ നമ്മൾ ഈ TV കണ്ടുകൊണ്ടിരിക്കുമ്പോഴും ഫോൺ നോക്കിയിരിക്കുമ്പോഴൊക്കെ പറയാറുണ്ട് പുറത്തിറങ്ങി 2 പേരോട് സംസാരിക്കുക എന്നുള്ളത്. ഇതാണ് സോഷ്യൽ വെൽബീയിങ്. ഞാൻ സോഷ്യലി ഭയങ്കര ആക്റ്റീവാണ് കേട്ടോ. എന്തുകൊണ്ടാണ്? എനിക്ക് കുറേ ഫ്രണ്ട്സ് ഉണ്ട്, ഞാൻ ഫ്രണ്ട്സിൻ്റെ അടുത്ത് സംസാരിക്കാറുണ്ട്, ഫങ്ഷൻസിനൊക്കെ പോവാറുണ്ട്, ബാക്കി പുറത്തോട്ട് ഇറങ്ങില്ല, ഇപ്പം നിങ്ങളുടെ മുമ്പിൽ വന്ന് നിന്ന് തന്നെ സംസാരിക്കുന്നുണ്ട്. അതിനൊക്കെ ഞാൻ ഭയങ്കര ആക്റ്റീവാണ്. അതായത് ഞാൻ സോഷ്യലി ആക്റ്റീവാണെന്നാണ്. സോ പുറത്തിറങ്ങി നമ്മൾ പാർട്ടി ആനിമൽ ആവണം എന്നൊന്നും ഞാൻ പറയുന്നില്ല. അത്യാവശ്യം മറ്റുള്ളവരോട് സംസാരിക്കാനും ഇടപഴകാനും നമ്മൾക്ക് കഴിയണം. അതിനെയാണ് സോഷ്യൽ വെൽബീയിങ് എന്ന് പറയുന്നത്. സോ ഇൻട്രോവേർട്സിനെ നമുക്ക് ഹെൽത്തി ആണെന്ന് പറയാൻ പറ്റുമോ? പറ്റില്ല. കാരണം അവർ സോഷ്യലി ഒട്ടും ആക്റ്റീവ് അല്ല. ഒരു റൂമിൽ കയറി അടച്ചിരുന്ന് ഫോൺ നോക്കിയോ സിസ്റ്റം നോക്കിയോ അവർ അവരുടേതായ ഒരു ലോകം കണ്ടെത്തുന്നു. അവർക്കാണ് പിന്നീട് പലതരം മെൻ്റൽ ഡിസോർഡേഴ്സും വരാനായിട്ട് ചാൻസ് ഏറ്റവും കൂടുതലുള്ള ആൾക്കാർ. ഓക്കെ, ഇനി WHO ആഡ് ചെയ്തിരിക്കുന്ന 4th ഡയമെൻഷൻ, ദാറ്റ് ഈസ് സ്പിരിച്വൽ ഹെൽത്ത് എന്ന് പറയുന്നത് എന്താണ്? സ്പിരിച്വൽ എന്ന് കേൾക്കുമ്പോൾ നിങ്ങളിപ്പോൾ വിചാരിക്കുന്നുണ്ടാവും ദൈവവിശ്വാസമാണ് അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും വിശ്വാസമാണെന്ന്. ഇല്ല, അത് മാത്രമല്ല സ്പിരിച്വൽ വെൽബീയിങ് എന്ന് പറയുന്നത്. നമ്മുടെ ലൈഫിന് ഒരു ഹോപ്പ് ഉണ്ടാക്കുക, അതായത് ഒരു പ്രതീക്ഷ ഉണ്ടാക്കുക, നമ്മളിലേക്കൊരു പോസിറ്റീവ് എനർജിയെ കൊണ്ടുവരിക, നമ്മൾ പീസായിട്ടിരിക്കുക. ഓക്കെ, ചുറ്റുമുള്ള എൻവയോൺമെൻറ്റിൽ നിന്ന് മാക്സിമം പോസിറ്റിവിറ്റിയെ നമ്മളിലേക്ക് കൊണ്ടുവരുന്നതിനെയാണ് സ്പിരിച്വൽ വെൽബീയിങ് എന്ന് പറയുന്നത്. അതൊരിക്കലും ദൈവവിശ്വാസം ഉണ്ടാക്കണമെന്നോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കാര്യം ചെയ്യണമെന്നോ പ്രാർത്ഥിക്കണമെന്നൊന്നും ഞാൻ പറയുന്നില്ല കേട്ടോ. അങ്ങനെ വിശ്വാസമുള്ളവർ ആ രീതിയിൽ ഫോളോ ചെയ്യുക. ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മൾക്ക് പോസിറ്റിവിറ്റി കണ്ടെത്താൻ പറ്റുന്ന എന്ത് വേണമെങ്കിലും നമുക്ക് ചെയ്യാം. ഇപ്പം ഞാൻ പോസിറ്റിവിറ്റി കണ്ടെത്തുന്നത് ഞാൻ ജിമ്മിൽ പോകുമ്പോൾ അല്ലെങ്കിൽ വർക്കൗട്ട് ചെയ്യുമ്പോൾ, ചിലർ മെഡിറ്റേഷൻ ചെയ്യുന്നതിലൂടെ പോസിറ്റിവിറ്റി കണ്ടെത്തുന്നുണ്ടാവാം, ചിലർ ട്രിപ്പ് പോകുന്നതിലൂടെ. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു കാര്യമാണ് ട്രിപ്പ് പോവുക. ഏതെങ്കിലും സ്ഥലത്ത് ചുമ്മാ വെറുതെ പോയിട്ട് ആ ഒരു നേച്ചറൊക്കെ ആസ്വദിച്ച് ചുമ്മാ ഇരിക്കുക. ഇതൊക്കെ നമുക്ക് പോസിറ്റിവിറ്റി കൊണ്ടുവരുന്ന സാധനങ്ങളാണ് അല്ലെങ്കിൽ തിങ്സ് ആണ്. സോ ഇതിലേത് വേണമെങ്കിലും നിങ്ങൾക്ക് സെലക്ട് ചെയ്യാം ഫോർ സ്പിരിച്വൽ ഹെൽത്ത്. എന്ത് പറഞ്ഞാലും നമുക്കൊരു പ്രതീക്ഷ ഉണ്ടാവണം. ഞങ്ങളുടെയൊക്കെ നാട്ടിൽ ചില കുട്ടികളൊക്കെ ഈ റോഡ് സൈഡിൽ അല്ലെങ്കിൽ കടയുടെ വാതിക്കലൊക്കെ ചുമ്മാ ഇങ്ങനെ കുത്തിയിരിക്കാറുണ്ട് കേട്ടോ.
അപ്പം ഞങ്ങളുടെ ഈ അവിടെയുള്ള നാട്ടുകാരൊക്കെ ചോദിക്കും, നിനക്ക് വല്ല പണിക്കും പൊക്കൂടല്ലേ, നിനക്ക് എന്തെങ്കിലും ചെയ്തൂടെ, നിനക്ക് എന്തെങ്കിലും ഭാവിയെക്കുറിച്ച് എന്തെങ്കിലും ചിന്തയുണ്ടോ? അമ്മമാർക്ക് ഒരു റിയാക്ഷനും ഉണ്ടാവില്ല, ചുമ്മാ ഇങ്ങനെ ഇരിക്കും. അതായത് അവർക്കൊരു ഹോപ്പില്ല. അങ്ങനെയുള്ളവർ ഒരിക്കലും സ്പിരിച്വൽ ഹെൽത്ത് എന്ന് പറയാൻ പറ്റില്ല. ഓക്കെ, സോ ഈ ഒരു 4 എണ്ണത്തിൻ്റെ കോമ്പിനേഷനെയാണ് നമ്മൾ ഹെൽത്ത് എന്ന് പറയുന്നത്. ഇനി പറ, നിങ്ങൾ ഹെൽത്തി ആണോ? ഇല്ല. ഇനി പറ, ഹെൽത്തി ആണോ? അല്ല. ഞാൻ ഹെൽത്തി അല്ല കേട്ടോ. കാരണം എനിക്ക് മെൻ്റലി ഇടയ്ക്കിടയ്ക്ക് ചില പ്രശ്നങ്ങൾ വരാറുണ്ട്. ഞാൻ സ്ട്രെസ്ഡ് ആവാറുണ്ട്, ഫ്രസ്ട്രേറ്റഡ് ആവാറുണ്ട്, ആൻസൈറ്റിക് ആവാറുണ്ട്. സോ ഐ എം നോട്ട് ഹെൽത്തി. ഇനി നിങ്ങൾ നിങ്ങളുടെ ഹെൽത്ത് എവിടെയാണ് പോകുന്നതെന്ന് കണ്ടുപിടിക്കുക, അത് നിങ്ങൾ പരിഹരിക്കാൻ നോക്കുക. സോ സ്റ്റേ ഹെൽത്തി. പിന്നെ ഇതുപോലെ നമുക്ക് കളിച്ചും ചിരിച്ചൊക്കെ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളൊക്കെ പഠിക്കണ്ടേ? WHO വലിയൊരു ഡെഫിനേഷനാണ് സിമ്പിളായിട്ട് നിങ്ങൾ പഠിച്ചെടുത്തത്. ഇനിയും കൂടുതൽ കാര്യങ്ങൾ പഠിക്കാനായിട്ട് വേഗം വരൂ ക്യാമറയിൻ സ്പാർക്കിലേക്ക്. സോ ഐ എം വെയിറ്റിംഗ്. സോ സ്റ്റേ ട്യൂൺ ഫോർ അവർ നെക്സ്റ്റ് വീഡിയോ. താങ്ക് യു.